സർവശക്തിയുമെടുത്ത് കലാശക്കൊട്ടിൽ ശക്തി പ്രകടിപ്പിച്ച മുന്നണികൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നാളെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്ന് LDFും UDFും കരുതുന്നു. കോവളം, കരുനാഗപ്പള്ളി, കുണ്ടറ, തിരുവല്ല, പെരുമ്പാവൂർ, അങ്കമാലി, കുന്നംകുളം, കുന്നമംഗലം, വടകര, ഉദുമ തുടങ്ങി നിരവധി സീറ്റുകൾ LDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. ഇരവിപുരം, ചെങ്ങന്നൂർ, അഴീക്കോട്, കൂത്തുപറമ്പ്, ഒല്ലൂർ, താനൂർ എന്നിവിടങ്ങളിൽ പ്രതിസന്ധിയുണ്ടെന്നും UDF കരുതുന്നു. ഇത് മറികടന്നും 74 മുതൽ 80 സീറ്റ് വരെ നേടി തുടർഭരണം ലഭിക്കുമെന്നാണ് UDFിന്റെ വിശ്വാസം. 80 മുതൽ 85 സീറ്റാണ് LDF ക്യാമ്പിന്റെ കണക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ് ലഭിച്ച 87 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവരുടെ കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറയുമ്പോഴും അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. കുറ്റ്യാടി, വടകര, ഉദുമ, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും അവസാനഘട്ടത്തിൽ ഇത് മറികടക്കാൻ കഴിയുമെന്ന് LDF കരുതുന്നു. അക്കൗണ്ട് തുറക്കൽ സ്വപ്നം ഇത്തവണ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 20 മണ്ഡലങ്ങളെ പ്രതീക്ഷിച്ചാണ് അവരുടെ കണക്കുകൂട്ടൽ. BDJSന്റെ അവസാന നിലപാടുകളിലെ LDFും UDFും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവസാന ദിവസത്തെ അടിയൊഴുക്കുകളാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നത്. പ്രതീക്ഷകൾ സഫലമാക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിൽ സജീവമാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. മീഡിയ 1 തിരുവനന്തപുരം.